എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന PSC എക്സാമുകൾക്ക് നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 10ാം തലം, +2 ലെവൽ, LP UP എക്സാമുകൾക്കൊക്കെ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് പാഠപുസ്തകത്തിൽ നിന്നാണ്. അപ്പം പുതിയ ടെക്സ്റ്റുകളെല്ലാം ഇറങ്ങിയ സമയമാണ്. 5, 7, 9 സ്കൂൾ ടെക്സ്റ്റുകളെല്ലാം മാറി 6, 8, 10ാം ക്ലാസ്സിലെയുള്ള ആദ്യത്തെ ഭാഗങ്ങൾ ഒക്കെ പുതിയ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം നമുക്ക് സമഗ്രയിലും മറ്റും അവൈലബിൾ ആണ്. അപ്പോൾ പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് PSC കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ബയോളജി എന്ന ചാപ്റ്ററിലെ ഓരോ ടോപ്പിക് വൈസ്, ഓരോ ചാപ്റ്റർ വൈസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ് ഇന്ന് 3ാമത്തെ ചാപ്റ്റർ, ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്റർ, അതായത് ബേസിക് സയൻസിലെ 5ാമത്തെ ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്, ജീവനുള്ള വിത്തുകൾ. 5ാം ക്ലാസ്സിലെ ബയോളജിയിലെ ബേസിക് സയൻസ് എന്ന പുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമുക്കിന്ന് നോക്കാനുള്ളത്, ജീവനുള്ള വിത്തുകൾ. സ്വാഭാവികമായിട്ടും എല്ലാ ചാപ്റ്ററും തുടങ്ങുന്ന പോലെ ഇതും ഒരു കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലയോ? ഇതും ഒരു കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. കഥയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു രാജാവ് നാട്ടിലെ കുട്ടികളുടെ അടുത്ത് കുറച്ച് വിത്തുകളൊക്കെ കൊടുത്തിട്ട് മുളപ്പിക്കാൻ പറഞ്ഞു. അതിനകത്ത് കുറച്ച് കർഷക കുടുംബത്തിലെ ഒരു കുട്ടിയുണ്ടായിരുന്നു. അപ്പം വിത്തുകളെല്ലാം മുളപ്പിച്ച് ഒരു 3 മാസം കഴിഞ്ഞ് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം വന്നപ്പോൾ എന്ത് ചെയ്ത്, എല്ലാവരുടെയും ചട്ടിയിൽ ചെടികൾ മുളച്ചിരിക്കുന്നതായിട്ട് കണ്ട്. എന്നാൽ ഈ കർഷക കുടുംബത്തിലെ ഈ കുട്ടിയുടെ ചട്ടിയിൽ എന്തില്ല, ചെടികളൊന്നും മുളച്ചിട്ടില്ല. എന്നാൽ ആ മത്സരത്തിലെ വിജയിയായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുളയ്ക്കാത്ത ചട്ടിയും കൊണ്ട് വന്ന ആ കുട്ടിയാണ് ആ മത്സരത്തിലെ വിജയി. മനസ്സിലായോ? അതായത് രാജാവ് കൊടുത്ത എന്താ, ജീവനില്ലാത്ത വിത്തുകളാണ് രാജാവ് കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന, അതായത് ഈ ഒരു ടോപ്പിക്ക് മൊത്തം നമുക്ക് മനസ്സിലാക്കുന്ന ഈ ഒരു ചെറിയ കഥയിലൂടെ മനസ്സിലാക്കി തന്നെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്താ, ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ, ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു വിത്ത് നട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു ചാർട്ടിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? നടിയിൽ വസ്തുക്കൾ എന്തൊക്കെയാണ്, നമുക്കൊന്ന് നടണമെങ്കിൽ അതിന് വേണ്ടുന്ന എന്തൊക്കെയാണ്, വിത്ത് വേണം. ഇനി വിത്തിൽ നിന്നല്ലാത്ത മുളപ്പിക്കുന്നതുണ്ട്. അതായത് തണ്ട് വെച്ച് വേരിൻ്റെ സഹായത്തോടു കൂടി ഇല കുഴിച്ചിട്ട് മുളപ്പിക്കുന്ന ചെടികളുണ്ട്. അപ്പം നടിയിൽ വസ്തുക്കളായിട്ട് നമുക്ക് എന്ത് വേണം, ഒന്നുകിൽ വിത്ത് വേണം, അല്ലെങ്കിൽ വിത്തിൽ നിന്നല്ലാതെ ഏതെങ്കിലും ചെടി തണ്ട് കൊണ്ട് മുളയ്ക്കുന്ന ചെടികളുണ്ടല്ലോ. അപ്പം അതിൻ്റെ തണ്ട് വേണം, വേര് വേണം, ഇലകൾ വേണം. ഓക്കെ, ഇനി വിത്ത് മുളപ്പിക്കാനാണെങ്കിൽ വിത്ത് മുളയ്ക്കലുമുണ്ട്, അതിനകത്ത് വിത്ത് വിതരണവുമാണ് നമ്മൾ പറയുന്നത്. വിത്ത് മുളയ്ക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, വിത്ത് മുളയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വിത്ത് മുളപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് അതിന് പ്രധാനമായിട്ടും വേണ്ടുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് വിത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയണം. വിത്ത് മുളപ്പിക്കുമ്പം അതിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് അറിയേണ്ടത്. ഇനി വിത്ത് വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിത്ത് വിതരണം ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദാണ്ടെ അനുകൂല താപനില, ജലം, വായു. അപ്പം എന്തൊക്കെയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുകൂലമായ താപനില, ഓക്കെ, അനുകൂലമായ താപനില, ജലം, വായു. അപ്പം ടെമ്പറേച്ചർ, വാട്ടർ, എയർ, താപനില, ജലം, വായു, ഇതാണ് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ വിത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കുറേ ഇത് ഞാൻ വായിക്കുന്നില്ല ഇപ്പം. ഇത് നമ്മൾ അങ്ങോട്ട് പോകും തോറും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ബീജമൂലം എന്താണ്, ബീജപത്രം എന്താണ്, ബീജശീർഷം എന്താണ്, ബീജമൂലത്തിൽ നിന്ന് വേര് തന്നെ പല തരത്തിലുണ്ട്. നാരുവേര് പടലം, തായ് വേര് പടലം. ബീജപത്രം തന്നെ 2 ടൈപ്പുണ്ട്, ഏകബീജപത്രം, ദ്വിബീജപത്രം. ബീജശീർഷത്തിനകത്ത് വരുന്നതാണ് ഇല, തണ്ട്, ഇലയിലെ വൈവിധ്യങ്ങൾ, അതായത് അതിനകത്ത് വരുന്ന വീനിയേഷൻ എങ്ങനെയാണ്, സമാന്തര സ്ഥിരവിന്യാസം, ജാലിക സ്ഥിരവിന്യാസം, ഇതൊക്കെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ വിത്ത് മുളയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതായത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളെ പറ്റി പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നത്. ഓക്കെ, വിത്ത് മുളയ്ക്കാൻ. അപ്പം നോക്കിക്കോ, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പം വിത്ത് മുളയ്ക്കാൻ ആവശ്യം എന്തൊക്കെയാണ്,
വിത്ത് ആവശ്യമായവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വിത്ത് മുളയ്ക്കാൻ എന്ത് ആവശ്യമാണ്? ജലം ആവശ്യമാണ്. അപ്പം ജലം നമുക്ക് വേണം അല്ലയോ? പിന്നെന്താ? എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്നാ പറയുന്നത് അല്ലയോ? അപ്പോൾ ആവശ്യമില്ലാത്തത് ഏതാ? ആവശ്യമില്ലാത്തവ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ്. നമുക്ക് വിത്ത് മുളപ്പിക്കാൻ എന്ത് വേണമെന്നില്ല? മണ്ണ് വേണമെന്നില്ല. പിന്നെ സൂര്യപ്രകാശം ആവശ്യമായി വേണ്ടുന്ന കാര്യമല്ല. അപ്പം ആവശ്യമില്ലാത്ത ഘടകങ്ങളാണ് മണ്ണ്, സൂര്യപ്രകാശം. മനസ്സിലായി? പൂർണ്ണമായിട്ടും വേണ്ടെന്നല്ല, എന്നാൽ ഇതില്ലെങ്കിലും വിത്ത് മുളയ്ക്കും. ക്ലിയർ? അപ്പം ആവശ്യമുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു ആവശ്യമാണ്. അതേപോലെ അനുയോജ്യമായ താപനില ആവശ്യമാണ്. എന്തൊക്കെയാ? വായു ആവശ്യമാണ്. പിന്നെ അനുയോജ്യമായ താപനില. ഓക്കെ ആണല്ലോ? അപ്പം ആവശ്യമായ ഘടകങ്ങൾ എന്ത്, ആവശ്യമില്ലാത്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പം ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. എല്ലാ വിത്തുകളും മുളയ്ക്കുന്നത് ഒരേപോലല്ല. ആ ഓരോ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് പല സമയത്തിലാണ് അത് മുളച്ച് വരുന്നത്. ചിലപ്പോൾ ആഴ്ച കൊണ്ട് മുളയ്ക്കാറുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ സമയമെടുത്താണ് മുളയ്ക്കുന്നത്. അപ്പം ഓരോ വിത്തിനും മുളയ്ക്കാനെടുക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഓരോ വിത്തിനും ആവശ്യമായ താപനില വ്യത്യസ്തമാണ്. ഇപ്പം നെല്ല് മുളയ്ക്കാൻ ആവശ്യമായ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെല്ല് മുളപ്പിക്കാൻ അല്ലെങ്കിൽ നെൽകൃഷിക്ക് ആവശ്യമായ താപനില, ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ താപനില, ചോളത്തിന് ആവശ്യമായ താപനില, അങ്ങനെ പല കൃഷികൾക്കും നമ്മൾ ആവശ്യമായ താപനില സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PSCക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വിത്ത് മുളപ്പിക്കാൻ നമുക്ക് ഓരോ വിത്തിനും ഓരോ രീതിയിലുള്ള താപനിലയാണ് വേണ്ടുന്നത്. അതേപോലെ തന്നെ ഓരോ രീതിയിലുള്ള സമയമാണ് അതിന് വേണ്ടുന്നത്. ഓരോ സമയത്തുമാണ് ആ വിത്തുകൾ മുളപ്പിക്കുന്നത്. അപ്പം മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ക്ലിയർ? സമയം ഈ രീതിയിലും പറയാം. അതായത് എല്ലാ വിത്തുകളും നമുക്ക് എല്ലാ കാലത്തും മുളപ്പിക്കാൻ പറ്റത്തില്ല അല്ലയോ? അനുയോജ്യമായ കാലാവസ്ഥ അതും സമയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ, അപ്പം ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെ, ആവശ്യമില്ലാത്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ, ആവശ്യമില്ലാത്ത ഘടകങ്ങൾ. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം അല്ലയോ? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അതിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമാണ്. മനസ്സിലായോ? അതായത് ആവശ്യമാണ് എന്നൊരു ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റാണ്. ആവശ്യമില്ല, നമുക്ക് വേണം, അതൊരു ഘടകം തന്നെയാണ്, എന്നാൽ അതൊരു അത്യാവശ്യമല്ല. അതുണ്ടെങ്കിലേ വിത്ത് മുളയ്ക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു ആവശ്യകത ആർക്കില്ല? മണ്ണിനോ സൂര്യപ്രകാശത്തിനോ ഇല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും ഇവിടെ നിന്ന് ചോദ്യം വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഇനി വിത്തിനുള്ളിലെ ജീവൻ. ഒരു ജീവനുള്ള വിത്താണെങ്കിൽ അതിൻ്റെ മുളച്ച് വരുന്ന ഭാഗങ്ങൾ, അതായത് നമ്മളൊരു വിത്ത് മുളപ്പിച്ച് ആ വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ആ വിത്തിൽ നിന്നും ആദ്യമേ താഴേക്ക് പോകുന്ന വേര്, താഴേക്ക് കിളിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. വിത്തിൽ നിന്നും ആദ്യം ഉണ്ടാകുന്ന ഭാഗമാണെന്ത്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. അതെന്താ? വേരായിട്ട് മാറുന്ന ഭാഗമാണ്. മനസ്സിലായോ? ഒരു സസ്യത്തിന്റെ വേരായിട്ട് മാറുന്ന ഭാഗമാണ് എന്ത്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിത്തിൽ നിന്നും ആദ്യം മുളയ്ക്കുന്ന ഭാഗം, ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ റാഡിക്കലാണ്. ക്ലിയർ? പിന്നീട് ആ വിത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗം, സസ്യത്തിന്റെ മുകളിലുള്ള ഭാഗം അല്ലെങ്കിൽ മണ്ണിന് മുകളിലേക്ക് വളരുന്ന ഭാഗം, അതായത് കാണ്ഡം, ഇലകൾ വരുന്നത്, ആ ഭാഗത്തിനെ നമ്മൾ പറയുന്നതാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ പ്ലിമ്യൂൾ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷ് പദം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പം ഒരു വിത്തിൽ നിന്നും ആദ്യം മുളയ്ക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബീജമൂലമാണ്, റാഡിക്കൽ എന്ന് പറയും. അതാണ് എന്തായിട്ട് മാറുന്നത്? വേരായിട്ട് മാറുന്നത്. പിന്നീട് അവിടുന്ന് മുകളിലോട്ട് വളരുന്ന സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്
അതായത് കാണ്ഡമായിട്ടും ഇലകളായിട്ടും മുളയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബീജശീർഷം എന്ന് പറയുന്നത്, അതായത് പ്ലിമ്യൂൾ എന്ന് പറയും. ഓക്കെ, പിന്നീട് ഇതിനകത്ത് വന്നിട്ടുള്ളതാണ് ബീജപത്രം എന്ന് പറയുന്നത്. അതെന്താണ് നമുക്ക് സ്ലൈഡ് നോക്കുമ്പം പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ബീജമൂലം, എന്താണ് ബീജശീർഷം എന്ന് മനസ്സിലായല്ലോ. നമുക്കൊന്ന് സ്ലൈഡ് നോക്കാം. ഒരു വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗമാണെന്ത്, ബീജമൂലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയും. ഓക്കെ, ബീജമൂലമാണ് താഴോട്ട് എന്തായിട്ട് മാറുന്നത്, വേരായിട്ട് മാറുന്നത്. ബീജമൂലമാണ് താഴോട്ട് വേരായിട്ട് മാറുന്നത്. മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷം എന്ന് പറയും. മുകളിലേക്ക് വളരുന്ന ഭാഗമാണെന്ത്, ബീജശീർഷം അഥവാ പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗമാണ് ബീജശീർഷം. ഇത് ചെടിയുടെ തണ്ടായിട്ട് അല്ലെങ്കിൽ കാണ്ഡമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം നമുക്ക് നോക്കാം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. മനസ്സിലായോ? അതിനകത്ത് വേണം ഇങ്ങനെ കൊടുക്കാം, റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലം. ഞാനിവിടെ തണ്ട് എന്ന് എഴുതിയേക്കുന്നു. ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂൾ. എന്താ, വേരായിട്ട് വേര്. ഓക്കെ, അപ്പം രണ്ട് ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചേക്കുന്നത്. റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലം തണ്ട്, ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂൾ എന്ന് പറയുന്നത് വേര്. ഇതിനകത്ത് ശരിയായ ജോഡി ഏതാ? ഇത് രണ്ടും എന്ത് തന്നെ, തെറ്റായ ജോഡികളാണ്, അല്ലയോ? തെറ്റായ ജോഡികളാണ്. റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലം എന്തായിട്ടാണ് മാറുന്നത്? റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലം വേരായിട്ട് മാറുന്നു. ഒരു സസ്യത്തിൻ്റെ വേരായിട്ട് മാറുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലമാണ്. എന്നാൽ ഒരു സസ്യത്തിൻ്റെ ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂൾ എന്തായിട്ട് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണ്ഡമായിട്ട് മാറുന്നു, അല്ലെ? തണ്ട് അല്ലെങ്കിൽ കാണ്ഡം ആയിട്ട് മാറുന്നത് ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂളാണ്. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം ഈ ഒരു രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം. ഒരു സസ്യത്തിൻ്റെ വേരായിട്ട് മുളയ്ക്കുന്ന ഭാഗം എന്നിട്ട് ഓപ്ഷനിൽ ബീജപത്രം, ബീജമൂലം, ബീജശീർഷം ഇവയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പം വേരായിട്ട് മുളയ്ക്കുന്നത് ഏതാ? ബീജമൂലമാണ്. കാണ്ഡമായിട്ട് വളരുന്നത് ഏതാ? ബീജശീർഷമാണ്. ഓക്കെ, അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. കാരണം ഇപ്പം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് എക്സാമുകൾക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനാവാവുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ, ഒരേ ഉത്തരം വരുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. പ്ലിമ്യൂൾ എന്താണ്, റാഡിക്കൽ എന്താണ്, അല്ലെങ്കിൽ ബീജശീർഷം എന്താണ്, ബീജമൂലം എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്ത സ്ലൈഡിനകത്താണ് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിടനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ബീജപത്രം. ബീജശീർഷത്തിൽ കാണുന്ന കട്ടിയുള്ള ഇലകൾ പോലെയുള്ള ഭാഗമാണ് ബീജപത്രം എന്ന് പറയുന്നത്. അതായത് ബീജശീർഷം തണ്ടിൽ നിന്നും നല്ല കട്ടിക്ക് വളരുന്ന ഒരു ഇല പോലെ വരുന്ന ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ ബീജപത്രം എന്ന് പറയുന്നത്. തൻ്റെ ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ടോ? തണ്ടിൽ നിന്ന് മുളയ്ക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ? അതായത് കട്ടിയുള്ള ഇല പോലെ മുളയ്ക്കുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ ബീജപത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബീജശീർഷത്തിൽ കാണുന്ന കട്ടിയുള്ള ഇലകൾ പോലെയുള്ള ഭാഗമാണെന്ത്? ബീജപത്രം എന്ന് പറയുന്നത്. ഓക്കെ, പത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജപത്രത്തിലാണ്. ഓക്കെ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം, അതിന് വേണ്ടുന്ന ആഹാരം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീജപത്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. അതുകൊണ്ടാണ് ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വലിപ്പം കുറയുന്നത്. അപ്പോൾ ബീജപത്രത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളുടെ പ്രത്യേകതയാണ് സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നവരാണ് സസ്യങ്ങൾ. അതായത് അതിനകത്തെ ഇലകളാണ്. ആ ഒരു സസ്യത്തിലെ അടുക്കള എന്ന് പറയുന്നത് ഇലയാണ്.
അല്ലേ? അതിനകത്ത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി, കാർബൺ ഡയോക്സൈഡിൻ്റെ സഹായത്തോടു കൂടി, അതിനകത്തുള്ള വർണ്ണവസ്തുവായ ഹരിതകത്തിൻ്റെ സഹായത്തോടു കൂടി പ്രകാശ സംശ്ലേഷണം എന്ന പ്രോസസ്സാണ് നമ്മൾ ആഹാര നിർമ്മാണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സസ്യങ്ങളുടെ ഒരു കഴിവാണ് ആഹാര നിർമ്മാണം എന്ന് പറയുന്നത്. എന്നാൽ സസ്യങ്ങൾക്ക് ഇലകളൊക്കെ മുളയ്ക്കുന്നത് വരെ, അല്ലെങ്കിൽ അതൊന്ന് പാകമാകുന്നത് വരെ അതിന് വേണ്ടുന്ന ആഹാരം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, എവിടെ? ബീജപത്രത്തിൽ നിന്ന് കിട്ടുന്നു. മനസ്സിലായോ? അപ്പം ആഹാരം നിർമ്മിക്കുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടി വളരുന്നത്. അപ്പോൾ അത്രയും കാലം ചെടി വളരാൻ വേണ്ടി, ഒരു ഇല ഉണ്ടാകുന്നത് വരെ, അതിനൊരു അടുക്കള സെറ്റപ്പ് കിട്ടുന്നത് വരെ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ വീട് പണി അടക്കുമ്പം അടുക്കളയൊക്കെ കിട്ടുന്നവരെ നമ്മൾ പുറത്ത് ഒരു ഷെഡ് അടിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ ആഹാരം വെക്കുന്നത്, ഇല്ലയോ? ചിലപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു ടാർപ്പ കൊണ്ട് മൂടുന്ന ഒരു സ്ഥലത്ത് കല്ലൊക്കെ വെച്ച് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ആഹാരം പാകം ചെയ്യും, നമ്മുടെ അടുക്കള സെറ്റാകുന്നത് വരെ. അതേപോലെ തന്നെ സസ്യങ്ങളിൽ ഇലകളൊക്കെ വരുന്നത് വരെ, അല്ലെങ്കിൽ സസ്യങ്ങൾ സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ ശേഷി അല്ലെങ്കിൽ പ്രാപ്തിയാകുന്നത് വരെ അതിന് വേണ്ടുന്ന ആഹാരം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജപത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ കോട്ടിലിടലിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ചെടി വളരുന്നതനുസരിച്ച് ബീജപത്രം എന്ത് ചെയ്യുക? ചുരുങ്ങി ചെറുതായിക്കൊണ്ടിരിക്കുക, അല്ലയോ? നമ്മുടെ അടുക്കള സെറ്റാവുന്നത് അനുസരിച്ച് നമ്മൾ പുറത്ത് താൽക്കാലികമായി കെട്ടിയിട്ടിരിക്കുന്ന ഷെഡിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പുറത്തെ ഷെഡ് ചുരുങ്ങി വരുന്നത് പോലെ എന്ത് ചെയ്യും? സസ്യങ്ങളുടെ വളരുന്നതനുസരിച്ച് ഈ ബീജപത്രം എന്ത് ചെയ്യും? ചുരുങ്ങി ചെറുതായി വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഒരു ബീജപത്രം മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയും. മനസ്സിലായോ? ഇംഗ്ലീഷിൽ മോണോകോട്ടിലിഡൻ എന്ന് പറയും. മോണോകോട്ട്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് നെല്ല്, തേങ്ങ എന്നൊക്കെ പറയുന്നത്. നെല്ല്, തെങ്ങ് ഇതൊക്കെ എന്താ? ഏകബീജപത്ര സസ്യങ്ങളാണ്. മനസ്സിലായോ? മോണോകോട്ട്സ് ആണ്. ഓക്കെ, ഇനി രണ്ട് ബീജപത്രങ്ങൾ മാത്രമുള്ള സസ്യങ്ങളെ നമ്മൾ ദ്വിബീജപത്ര സസ്യങ്ങൾ അഥവാ ഡൈക്കോട്ട് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അതിന് എക്സാമ്പിളാണ് നിലക്കടല, കശുവണ്ടി, പയർ എന്നൊക്കെ പറയുന്നത് എന്താ? ദ്വിബീജപത്ര സസ്യങ്ങളാണ്. ക്ലിയർ ആണേ? അപ്പോൾ ബീജപത്രം എന്താണെന്ന് മനസ്സിലായല്ലോ, കോട്ടിലിഡൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഏകബീജപത്ര സസ്യങ്ങൾ, ദ്വിബീജപത്ര സസ്യങ്ങൾ, അതായത് മോണോകോട്ടിലിഡൻ്റെയും ഡൈക്കോട്ടിലിഡൻ്റെയും ചില എക്സാമ്പിളുകളാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഏകബീജപത്ര സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് എന്തൊക്കെ? നെല്ല്, തെങ്ങ്, കവുങ്ങ്, ഗോതമ്പ്, ചോളം, തിന. ഓക്കെ, നെല്ല്, തെങ്ങ്, കവുങ്ങ് ഇത് എല്ലാം എന്താ? മോണോകോട്ടുകളാണ്. അതേപോലെ ഗോതമ്പ്, ചോളം, തിന ഇതും മോണോകോട്ടാണ്, അല്ലെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങളാണ്. ഇനി ദ്വിബീജപത്ര സസ്യങ്ങൾ നോക്കിയേ, പയർ, മാവ്, പ്ലാവ്, പുളി, കശുമാവ്, തുളസി ഇതെല്ലാം ദ്വിബീജപത്ര സസ്യങ്ങളാണ്, ഡൈക്കോട്ടിലിഡൻസ് ആണ്. ഓക്കെ, അപ്പം പയർ, മാവ്, പ്ലാവ്, പുളി, കശുമാവ് ഇതൊക്കെ എന്താ? ഇതൊക്കെ ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പം എന്താണ് മോണോകോട്ടും ഡൈക്കോട്ടും എന്താണെന്ന് നമ്മൾ പഠിച്ചു, കോട്ടിലിഡൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ അതിൻ്റെ ഡിവിഷൻസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ കുറേ എക്സാമ്പിളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണം ഏത്? അല്ലെങ്കിൽ ഏകബീജ സസ്യങ്ങളിൽ പെടുന്നതേത്? ആ രീതിയിലൊക്കെയാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വേറെ രീതിയിലും ചോദിക്കാം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് മോണോകോട്ടിൻ്റെ അടുത്ത് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും സസ്യങ്ങളുടെ പേര് കൊടുക്കും. ക്ലിയർ? ആ രീതിയിലും ചോദ്യങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അത് ഇത്രയും കഴിഞ്ഞ് ഇനി അടുത്തൊരു ടേമാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞേ? നമുക്ക് വിത്ത് മുളയ്ക്കാൻ എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞു? ജലം ആവശ്യമാണ്, പിന്നീട് താപനില ആവശ്യമാണ്, വായു ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നിവ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞത്. അത് നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല, അല്ലേ? മണ്ണ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഒരു വിത്ത് മുളയ്ക്കാൻ വേണമെന്നുള്ളത് നിർബന്ധമല്ല. ഓക്കെ, അതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ പറയാവുന്നതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതായത് മണ്ണിൻ്റെ സഹായമില്ലാതെ വിത്ത് മുളപ്പിക്കുന്ന രീതി, ഒരു നൂതന സംവിധാനമാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം, സൊല്യൂഷൻ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ വിത്ത് മുളപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണിന് പകരം ഇവിടെ എന്തിനകത്താണ് ഈ സസ്യങ്ങളെ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷക ലായനിയിലാണ്, അല്ലയോ? പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷനകത്താണ് ഇത് വളർത്തുന്നത്. ഇത് കൃത്യമായ ഇടവേളകളിൽ ഈ സൊല്യൂഷൻ നമ്മൾ മാറ്റി കൊടുക്കാറുമുണ്ട്. മനസ്സിലായോ? കാരണം പോഷക ലായനി നമ്മൾ പറഞ്ഞു, അതായത് അതിനകത്തുള്ള പോഷകങ്ങളെല്ലാം വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിന് ആ സൊല്യൂഷനിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോഷക ലായനി നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പം കൃത്യമായ ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പോഷക ലായനി ഒന്ന് മാറ്റി കൊടുക്കാറുമുണ്ട്. അപ്പം മണ്ണില്ലാത്ത രീതിയിൽ, മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന ഒരു നൂതന കൃഷി രീതി എന്ന് നമുക്ക് പറയാം. എന്താണ് അതിൻ്റെ പേര്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയും. മനസ്സിലായോ? ഹൈഡ്രോ എന്ന വാക്ക് നമ്മൾ വെള്ളവുമായിട്ടൊക്കെ ചേർത്ത് പറയുന്ന വാക്കാണ്. അപ്പോൾ അത് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ മതി. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന കൃഷി രീതിയാണ് എന്ത്? ഹൈഡ്രോപോണിക്സ്. ക്ലിയർ? അടുത്തത് പയറിൻ്റെയും ചോളത്തിൻ്റെയും ഇമേജുകൾ തന്നേക്കുന്നത് നോക്കിയേ. പയറെന്ന് പറയുന്നത് എന്താ? പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബീജപത്രങ്ങളുള്ളതാണ്, അല്ലയോ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്സാമ്പിൾ, ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാണ് പയറെന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ പയർ വിത്തിൽ എന്ന് പറയുന്നത് 2 ബീജപത്രങ്ങളുണ്ട്. എന്നാൽ ചോളത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും ചോളം എന്ന് പറഞ്ഞാൽ എന്താ? ചോളം എന്ന് പറഞ്ഞാൽ അത് ഏകബീജപത്ര സസ്യമാണ്. മനസ്സിലായോ? ചോളം എന്ന് പറയുന്നത് ഒരു ഏകബീജപത്ര സസ്യമാണ്. മനസ്സിലായോ? താണ്ടേ, ചോളത്തിൽ ഒരു ബീജം മാത്രമാണ് ഉള്ളത്, ഒരു ബീജപത്രം മാത്രമാണ് ഉള്ളത്. ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം. ഇതിനകത്ത് ബീജപത്രത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണെന്ത്? എൻഡോസ്പേം എന്ന് പറയും. ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം. മനസ്സിലായോ? ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ്. അപ്പം ഒരു ബീജം മാത്രമുള്ള സസ്യങ്ങളിൽ, ബീജപത്രത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബീജപത്രമാണ് സസ്യങ്ങൾ വളരുന്നത് വരെ ആഹാരം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നാൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണെങ്കിൽ അതിൻ്റെ വിത്ത് മുളയ്ക്കുന്നത് വരെ അതിനുള്ള ആഹാരം കിട്ടുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ്, എൻഡോസ്പേമിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വേണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഏകബീജപത്ര സസ്യങ്ങളിൽ ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയാകുന്നത് വരെ അതിന് ലഭിക്കുന്ന ആഹാരം എവിടെ നിന്നായിരിക്കും, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അതിന് ആഹാരം ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീജാനം എന്ന് പറയാം, എൻഡോസ്പേം എന്ന് പറയാം. ഒന്നുകിൽ ബീജാനം എന്ന ഓപ്ഷനിൽ കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ടേമായിട്ട് എൻഡോസ്പേമും കാണും. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ അത് നോക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നതാണ് വിത്ത് മുളയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സീഡ് ജെർമിനേഷൻ എന്ന് പറയും. സീഡ് ജെർമിനേഷൻ, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. അതായത് വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതാണ് ഫസ്റ്റ് ഇമേജിനകത്ത് നമ്മൾ പറഞ്ഞത്, അല്ലേ? എന്താണ്ടേ, ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ട് ആ വിത്ത് മുളച്ച്, അതായത് ഈ വിത്ത് പൊട്ടി അതിൽ നിന്ന് മുളച്ച് ആദ്യം പുറത്ത് വരുന്ന ഭാഗമാണ് ബീജമൂലം എന്ന് പറയുന്നത്. അതാണ് വേരായിട്ട് മാറുന്നത്. മനസ്സിലായോ? വേരായിട്ട് മാറുന്നത്. പിന്നീട് അത് മുകളിലോട്ട് വളരാൻ തുടങ്ങും, അല്ലയോ? അത് പിന്നീട് മുകളിലോട്ട് വളർന്ന് തണ്ടായും ഇലകളായും മുകുളങ്ങളായിട്ടും ഒക്കെ മാറും. ആ ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്, പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ആണ് നമ്മൾ സീഡ് ജെർമിനേഷൻ എന്ന രീതിയിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. മനസ്സിലായോ? അപ്പം ആദ്യമേ മുത്ത് മുളച്ച് വിത്ത് കുഴിച്ചിട്ട് അതിനകത്ത് ആദ്യം എന്ത് വരുന്നത്? അതിൽ നിന്ന് ആദ്യമേ ബീജമൂലം റാഡിക്കൽ പുറത്തു വരുന്നു. പിന്നീട് എന്ത് ചെയ്ത് പിന്നെ അവിടുന്ന് മേളിലോട്ട് എന്ത് കളിക്കുന്നത്? പ്ലിമ്യൂൾ, ബീജശീർഷം പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ഈ ബീജമൂലമാണെന്ത്? ചെടിയുടെ വേരായിട്ട് മാറുന്നത്, അല്ലയോ? ചെടിയുടെ വേരായിട്ട് മാറുന്നത് ഈ ബീജമൂലമാണ്. ഈ ബീജശീർഷം എന്തായിട്ട് മാറും? അത് തണ്ടും ഇലയുമായിട്ട് മാറുന്നു. ക്ലിയർ? ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പം ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് ഒരു ചെടി
ചെയ്യുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ മുളയ്ക്കുന്നതിന് മുമ്പും അതിനകത്തുള്ള ബീജപത്രങ്ങളിലോ അല്ലെങ്കിൽ ബീജപത്രത്തിലെ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് സസ്യങ്ങൾ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി. വിത്ത് മുളയ്ക്കലല്ലേ സീഡ് ജെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന കാര്യങ്ങളാണ്, അല്ലയോ? ഒരു വിത്ത് എടുത്ത് നമ്മൾ കുഴിച്ചിട്ട് മണ്ണിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഹൈഡ്രോപോണിക്സ് പറഞ്ഞില്ലയോ, ലൈനിൽ വെച്ചു ഒരു വിത്തിനെ മുളപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, അല്ലയോ? എന്നാൽ നമ്മൾ ആദ്യത്തെ പോർഷൻ നോക്കിയപ്പം വിത്ത് മുളയ്ക്കലിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നടീൽ വസ്തുക്കളായിട്ട് നമ്മൾ ഒന്ന് വിത്ത് പറഞ്ഞു, പിന്നെ വിത്തിൽ നിന്നല്ലാതെയുള്ള സസ്യങ്ങൾ വളരുന്ന കാര്യവും പറഞ്ഞു. എങ്ങനെയൊക്കെയാ? തണ്ടിൻ്റെ സഹായത്തോടെ, വേരിൻ്റെ സഹായത്തോടെ, ഇലയുടെ സഹായത്തോടെയൊക്കെ മുളയ്ക്കും. അത് വിത്തിൽ നിന്നല്ലാതെ സസ്യങ്ങൾ വളരുന്നുണ്ട്. മനസ്സിലായോ? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിനി പറയുന്നത്. ഓക്കെ, വിത്തിൽ നിന്നല്ലാതെ ഇപ്പോൾ ചെമ്പരത്തി, നിശാഗന്ധി, കൃഷ്ണകിരീടം, ഇലമുളച്ചി, ഇതൊക്കെ എന്താ പ്രത്യേകത? ഇതൊന്നും വിത്ത് മുളച്ച് വളരുന്ന സസ്യങ്ങളല്ല. ഇതൊന്നും വിത്ത് വളർച്ച, ഇത് കാണ്ഡത്തിൻ്റെ സഹായത്തോടെ, ഇലയുടെ സഹായത്തോട്, തണ്ടിൻ്റെ സഹായത്തോടെയൊക്കെയാണ് ഈ സസ്യങ്ങളെല്ലാം വളരുന്നത്. മനസ്സിലായോ? അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നിശാഗന്ധി നമ്മൾ പറഞ്ഞു. നിശാഗന്ധി മലബാർ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് അനന്തശയനം. ഇത് ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. നിശാഗന്ധി മലബാർ പ്രദേശത്ത് അറിയപ്പെടുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തശയനം. അതേപോലെ തന്നെ നിശാഗന്ധിയുടെ ശാസ്ത്രീയ നാമവും പഠിച്ചു വെച്ചേക്കണം, എപ്പിഫൈലം ഓക്സിപെറ്റാലം. എന്താ? എപ്പിഫൈലം ഓക്സിപെറ്റാലം. എപ്പിഫൈലം ഓക്സിപെറ്റാലം എന്തിൻ്റെ ശാസ്ത്രീയനാമമാണ്? നിശാഗന്ധിയുടെ ശാസ്ത്രീയനാമമാണെന്ത്? എപ്പിഫൈലം ഓക്സിപെറ്റാലം എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കണം. അതേപോലെ അതിന് മലബാർ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു പേര് കൂടിയാണെന്ത്? അനന്തശയനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലകളായി തോന്നിപ്പിക്കുന്ന ഭാഗം ഇതിൻ്റെ തണ്ടാണ്. മനസ്സിലായോ? അപ്പം നിശാഗന്ധിയിൽ ഈ ഇലയായിട്ട് നമുക്ക് തോന്നുന്ന ഭാഗം യഥാർത്ഥത്തിൽ അതിൻ്റെ ഇലയല്ല. എന്താ അത് അതിൻ്റെ തണ്ടാണ്. മനസ്സിലായോ? പൂക്കൾ ഒക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഈ തണ്ടിൽ നിന്നാണ്. മനസ്സിലായോ? അതാണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നിന്നാണ് പുതിയ ഭാഗങ്ങളൊക്കെ പുതിയ ഇലകളായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഇതെന്താ യഥാർത്ഥത്തിൽ അതിൻ്റെ തണ്ടായിട്ടാണ് തണ്ടാണ് യഥാർത്ഥത്തിൽ. ഇലകളെ പോലെ തോന്നിപ്പിക്കുക, കണ്ടാൽ ഇതൊരു ഇലയായിട്ട് തോന്നും, അല്ലയോ? പക്ഷെ ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ മുളയ്ക്കുന്നുണ്ടോ? അപ്പോൾ അത് തണ്ടാണ് അതിൻ്റെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി തണ്ടിൻ്റെ ചില സവിശേഷതകൾ ഒരു ഇമേജിലാണ് പറഞ്ഞേക്കുന്നത്. നോഡ്, ഇന്റർനോഡ്, പർവ്വവും പർവാന്തരവും എന്നും പറയും. പർവ്വം എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വത്തിൽ നിന്നാണ് ശാഖകളുണ്ടാകുന്നത്. അതായത് ഇതാണ് പർവ്വം. മനസ്സിലായോ? പർവ്വം എന്ന് പറഞ്ഞാൽ ഇതാ. ഇപ്പം ഇങ്ങനെ തണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇല മുളയ്ക്കുന്നത്, ഇല്ലയോ? ഇങ്ങനെ മുളയ്ക്കത്തില്ലയോ? ഈ ഒരു ഭാഗമാണ് എന്ത്? നമ്മൾ നോഡെന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. നോഡെന്ന് പറയുന്നത് മനസ്സിലായോ? അതേപോലെ തന്നെ കണ്ടോ? ഇത് രണ്ട് നോഡുകളാണ്. ഇല മുളയ്ക്ക് വരുന്ന ഈ ഭാഗമൊക്കെ നോഡാണ്. ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഈ ഭാഗം കണ്ടോ? രണ്ട് നോഡുകൾക്കിടയിൽ വരുന്ന ഒരു ഭാഗം കണ്ടോ? രണ്ട് നോഡുകൾക്കിടയിൽ വരുന്ന ഈ ഒരു ഭാഗം കണ്ടോ? ഇതാണ് ഇന്റർനോഡ് എന്ന് പറയും. മനസ്സിലായോ? രണ്ട് നോഡുകൾക്കിടയിൽ വരുന്ന ഈ ഭാഗമാണെന്ത്? ഇന്റർനോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണെന്ത്? നോഡ്. ഇതും ഒരു നോഡാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഭാഗമാണ് ഇന്റർനോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചില സസ്യങ്ങളിൽ ഒന്നിലേറെ ഭാഗങ്ങൾ നട്ടും തൈകൾ ഉണ്ടാകാറുണ്ട്. മുരിങ്ങ, ശീമക്കൊന്ന എന്നിവയിൽ ഒരേ സമയം വിത്തിൽ നിന്നും തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ എന്തുവാ? തണ്ടിൽ നിന്നും വേരിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, അല്ലയോ? പക്ഷേ ചില സസ്യങ്ങളുണ്ട് അതിൻ്റെ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ നിന്ന് വരെ മുളയ്ക്കാറുണ്ട്, പുതിയ സസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് മുരിങ്ങയായാലും അതേപോലെ ശീമക്കൊന്ന അതിനകത്ത് വിത്തിൽ നിന്നും മുളയ്ക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ തണ്ട് കുഴിച്ചു വെച്ചാലും മുളയ്ക്കുന്നതാണ്.
അപ്പോൾ ശീമക്കൊന്ന മുരിങ്ങയുടെയൊക്കെ എന്താ കമ്പ് പിടിച്ചു വെച്ചാലും അത് മുളച്ചോളും. അതല്ല ഇനി അതിൻ്റെ വിത്താണ് നമ്മൾ ഇടുന്നതെങ്കിൽ അങ്ങനെയും മുളച്ചോളും. അതായത് ഒരു സസ്യത്തിൻ്റെ പല ഭാഗങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സസ്യങ്ങൾ വളരാൻ അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ? ഇതാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വിത്തിൽ നിന്നല്ലാതെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ചില എക്സാമ്പിളുകളാണ് നമ്മളിവിടെ ആദ്യത്തെ ഇമേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തി കമ്പ് നട്ട് വളർത്തുന്നതാണ്. അതേപോലെ നിശാഗന്ധി, കൃഷ്ണകിരീടം, ഇലമുളച്ചി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഓരോ എക്സാമ്പിൾ. പിന്നെ നിശാഗന്ധിയുടെ ചോദിച്ചിട്ടുള്ളതാണ്. നിശാഗന്ധിയിൽ മലബാർ പ്രദേശത്ത് അറിയപ്പെടുന്ന പേരാണ് അനന്തശയനം. അതിൻ്റെ ശാസ്ത്രീയ നാമം കൂടെ ഓർത്ത് വെച്ചോണം. എപ്പിഫൈലം ഓക്സി പെറ്റാലം. എപ്പിഫൈലം ഓക്സി പെറ്റാലം എന്ന് പറയും. മനസ്സിലായോ? അതായത് ഇല എന്ന് തോന്നിപ്പിക്കുന്ന അതിൻ്റെ ഭാഗം യഥാർത്ഥത്തിൽ എന്താ, അതിൻ്റെ തണ്ടാണ്. ആ തണ്ടിൽ നിന്നാണ് അതിന് പൂക്കളൊക്കെ മുളയ്ക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പർവ്വം എന്താണെന്ന് പറഞ്ഞു, പർവാന്തരം എന്താണെന്ന് പറഞ്ഞു. പർവ്വം എന്ന് പറഞ്ഞാൽ എന്താ, ഇല മുളയ്ക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ പർവ്വം എന്ന് പറയുന്നത്, നോടെന്ന് പറയും. മനസ്സിലായോ? പർവാന്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പർവ്വങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിനെയാണ്, ആ സ്പേസിനെയാണ് നമ്മൾ പർവാന്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ട് പർവ്വങ്ങൾക്കിടയിലുള്ള, രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ഇന്റർനോഡ് അഥവാ പർവാന്തരം എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ഇനി ചില സസ്യങ്ങളുണ്ട് അതിൻ്റെ വിത്തിൽ നിന്നും മുളയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗം ഒടിച്ചു വെച്ചാലും മുളയ്ക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് മുരിങ്ങ, ശീമക്കൊന്ന എന്നൊക്കെ പറയുന്നത്. മുരിങ്ങയുടെ ആയാലും ശീമക്കൊന്നയുടെ ആയാലും വിത്ത് മുളച്ചാലും അത് കിളിച്ചോളും. അതല്ല അതിൻ്റെ കമ്പൊടിച്ച് വയ്ക്കുവാണെങ്കിലും അത് മുളച്ചോളും. ഓക്കെ. ഇനി അടുത്തത് വിത്തുകൾ പലയിടങ്ങളിൽ പോകുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരിടത്ത് വിത്ത് മുളയ്ക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഇല്ലയോ? താണ്ടെ ഈ ഒരു സ്ലൈഡിനകത്ത് നോക്കിയേ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞു, ഇല്ലയോ? ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യവും നമ്മൾ പറഞ്ഞു. ഇനി വിത്ത് വിതരണം പറയാനുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് പറയാനുണ്ട്, അല്ലയോ? നമുക്ക് നോക്കാം. ഓക്കെ. വിത്തുകൾ പലയിടങ്ങളിൽ. നമ്മൾ ഈ സസ്യങ്ങളെയൊക്കെ വളർത്തുന്നത് നമ്മൾ തന്നെ എല്ലായിടത്തും കുഴിച്ചിടുന്നതാണോ? നമ്മുടെ ചുറ്റും കാണുന്ന ഈ സസ്യങ്ങൾ, അതായത് ഒരിടത്തല്ല ഈ തെങ്ങ് നമ്മൾ കാണുന്നത്, അല്ലയോ? നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ തെങ്ങ് കാണാം, പല സ്ഥലങ്ങളിൽ മറ്റ് പുൽച്ചെടികൾ കാണാം, പല സ്ഥലങ്ങളിൽ ചെമ്പരത്തി കാണാം, റോസാകൾ കാണാം. മനസ്സിലായോ? അങ്ങനെ ഈ സസ്യങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യന്മാർ കുഴിച്ചിടുന്നതാണോ? ഇതെല്ലാം മനുഷ്യന്മാർ പോയി ഈ എല്ലായിടത്തും പോയി മുളപ്പിക്കുന്നതാണ് ഈ ചെടികളെല്ലാം നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്? അല്ല. അതിൻ്റെ വിത്തുകൾ അല്ലെങ്കിൽ അതിന് പുതിയ സസ്യങ്ങളുണ്ടാകുന്ന ഭാഗങ്ങൾ പല രൂപത്തിൽ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്, അല്ലയോ? കാറ്റിലൂടെ സഞ്ചരിക്കും, അല്ലെങ്കിൽ മറ്റ് പ്രാണികളിലൂടെ സഞ്ചരിക്കും. അതിൽ ഈ തേൻ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിത്രശലഭം അല്ലെങ്കിൽ ചെറിയ ചെറിയ പക്ഷികൾ ആ വഴിയും ഒക്കെ ഈ പറഞ്ഞ ഇതിന് സസ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന പല ഭാഗങ്ങളും പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ സസ്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണുന്നത്, അല്ലയോ? ഇപ്പോൾ തെങ്ങ് പലയിടത്തും വരാൻ കാരണം ആ തെങ്ങിൽ നിന്ന് വീഴുന്നത് പലയിടത്തും പോയി കിടന്ന് മുളച്ചുണ്ടാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഇതെല്ലാം കാണുന്ന തെങ്ങൊന്നും മനുഷ്യന്മാരുണ്ടാക്കിയതല്ല, ഇല്ലയോ? എല്ലായിടത്തും പോയി മനുഷ്യന്മാർ കുഴിച്ചിടുന്നതല്ലേ ഈ തെങ്ങെന്ന് പറയുന്നത്, ഇല്ലയോ? അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ, സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. വിത്തിൻ്റെ വിതരണം എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. കണ്ടേ, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയും. മനസ്സിലായോ? അതായത് ഇപ്പം എൻ്റെ വീട്ടിലുള്ള തെങ്ങ്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കായൽ സൈഡിൽ നിൽക്കുക, എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന തെങ്ങിൽ നിന്നും വീഴുന്ന തേങ്ങ, ആ തേങ്ങയിൽ നിന്നും ഉണ്ടാകുന്ന മറ്റ് തെങ്ങുകളൊക്കെ പല സ്ഥലത്തായിരിക്കും ഉണ്ടാവുന്നത്. അത് കാരണം എന്താ? അത് ചിലപ്പോൾ ആ വെള്ളത്തിൽ വീണ് വെള്ളം ഒഴുക്കി കൊണ്ടുപോയി അത് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും കൊണ്ടിടുന്നത്. അവിടെ മുളച്ച് അത് തെങ്ങായിട്ട് മാറുക, അല്ലയോ? അപ്പം അതാണ് പറയുന്നത് വിത്ത് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിനുള്ള കാരണം, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ വിത്ത് വിതരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റം പ്രകൃതി ഉണ്ടാക്കി വെച്ചേക്കുന്നത്?
എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ ഒരു ചെടിയുടെ വിത്തുകൾ അതിൻ്റെ മൂട്ടിൽ തന്നെ കിളിച്ചാൽ മതിയല്ലോ, എന്തിനായി പല സ്ഥലങ്ങളിലേക്കും ഇത് എത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താ, ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഒരിടത്ത് തന്നെ ഇപ്പം ഞാൻ കുഴിച്ചു വെച്ച ഇടത്ത് തന്നെ ആണ് അതിൻ്റെ വിത്തുകൾ മുളച്ച് പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ എന്തു ചെയ്യും? മാതൃസസ്യം എടുക്കേണ്ട ധാതു ലവണങ്ങളുടെ അളവിൽ വ്യത്യാസം വരും, അളവ് കുറയും. അതായത് ഈ സസ്യങ്ങളെല്ലാം ഒരാൾ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ഭക്ഷണമാണ്, അതിപ്പം പോഷണങ്ങളാണ്, അതിപ്പം ഒരുപാട് സസ്യങ്ങൾ എടുക്കും. അപ്പം പുതിയ പുതിയ സസ്യങ്ങൾക്ക് എന്ത് വേണം? വളരാൻ ആവശ്യമായിട്ടുള്ള മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങളൊന്നും കൃത്യമായിട്ട് ലഭിക്കത്തില്ല. മനസ്സിലായോ? അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പ്രകൃതി ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. വിത്ത് വിതരണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്രകൃതി കൊണ്ടുവന്നിരിക്കുന്നത്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീഡ് ഡിസ്പേഴ്സൺ മൂലമാണ്. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങൾ കാണും. അപ്പോൾ ഒരു ഏരിയയിൽ പലതരത്തിലുള്ള സസ്യങ്ങൾ മുളയ്ക്കാനും, അല്ലെങ്കിൽ എൻ്റെ പുരയിടത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളെല്ലാം മറ്റ് എല്ലാവരുടെയും പുരയിടത്തിൽ കാണപ്പെടാനും ഒക്കെ കാരണം എന്താ? ഈ സീഡ് ഡിസ്പേഴ്സലാണ്, അല്ലയോ? അതാണ് നമ്മൾ വിത്ത് വിതരണം എന്ന രീതിയിൽ പറയുന്നത്. വേണ്ടേ? ഇത് കണ്ടോ? തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ ഈ വെള്ളത്തിലൂടെ ഒഴുകി പോവുക, ഇല്ലയോ? ഒഴുകിപ്പോയി ഇത് എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞു കൂടും, എവിടെയെങ്കിലും തീരത്ത് ചെന്ന് വീഴും, അവിടെ മുളയ്ക്കും. ഇതാണ് ഇതിൻ്റെ പരിപാടി. മനസ്സിലായോ? വേണ്ടേ? അതിൻ്റെ കാരണങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകത്തില്ല. കാരണം എന്താ? തേങ്ങയുടെ ഒരു പ്രത്യേകത എന്താ? കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകത്തില്ല. അതേപോലെ തൊണ്ടിൽ വായു നിറഞ്ഞ് നിൽക്കുന്നതിന് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. തൊണ്ടിനകത്ത് വായു ഒക്കെ എയർ ഉള്ളതുകൊണ്ട് തേങ്ങ എന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങി കടന്നോളും. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഇതേപോലെ സീഡ് ഡിസ്പേഴ്സൽ വഴി പോകുന്നതാണ് അപ്പൂപ്പൻ താടി, അല്ലയോ? അപ്പൂപ്പൻ താടിയൊക്കെ അങ്ങനെ പറന്നിങ്ങനെ നടക്കുക, പലയിടത്തുമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുക. അതേപോലെ കടലാടി, അസ്ത്രപ്പുല്ലൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കും. അതിൻ്റെ വിത്തുകളെല്ലാം നമ്മളൊന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ ആ വിത്തുകളെല്ലാം നമ്മുടെ ദേഹത്തൊക്കെ പറ്റി പിടിക്കും. അത് പിന്നെ നമ്മൾ എവിടെ തട്ടിക്കൂടായെന്നോ അവിടെ മുളച്ചോളും. മനസ്സിലായോ? അപ്പം നമുക്ക് കിട്ടിയ ചിലപ്പോൾ അപ്പുറത്തെ ആളുടെ വീട്ടിൽ ആയിരിക്കും നമ്മളെ പറ്റി പിടിക്കുന്നത്. നമ്മൾ 4 വീട് അപ്പുറത്ത് ചെന്നിട്ടായിരിക്കും ഇത് കാണുന്നത്, നമ്മളവിടെ തട്ടിയിടും. അപ്പോൾ അത് അവളെ മുളച്ചോളും. അപ്പം ആ രീതിയിലാണ് ഇതിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നേക്കുന്നത് ഇലകളിലെ വൈവിധ്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഇലകളുടെയൊക്കെ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ ഒരേപോലെയാണോ? അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് വരകൾ കാണാം. നമ്മുടെ കൈരേഖകൾ പോലെ, കയ്യിലെ ഈ രേഖകൾ പോലെ ഇലയ്ക്കും എന്തുണ്ട്? കുറേ രേഖകൾ ഇങ്ങനെ ഉണ്ട്, അല്ലയോ? ആ രേഖകളെല്ലാം ഒരേപോലെയാണോ? എല്ലാ സസ്യങ്ങളുടെയും ഇലകളുടെ രേഖകൾ ഒരേപോലെ ആയിരിക്കുമോ? അല്ല. ഇനി അതിനു മുമ്പത്തെ ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ രേഖകൾ? അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് സിരകളെന്ന് പറയും. ഇലയിലെ സിരകളെന്ന് പറയും. ഈ സിരകളുടെ ധർമ്മം എന്താ? ഇതിനു വേണ്ടുന്ന ആഹാരത്തെ കൊണ്ടുപോകുന്നത് ഈ സിരകളിലൂടെയാണ്. മനസ്സിലായോ? ആഹാരത്തെ കൊണ്ടുപോകുന്നത് ഈ സിരകളിലൂടെയാണ്. മനസ്സിലായോ? എന്താണ്ടേ, ഇവയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഭാഗത്തിലൂടെയാണ് നമുക്ക് ഇലയ്ക്ക് ആഹാരം ഉണ്ടാക്കണം, ഇല്ലയോ? ആ ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന ജലം ആ സ്ഥലത്തേക്ക് എത്തിക്കുന്ന എങ്ങനെയാ? ഈ വെയിൻസിലൂടെയാണ് അത് പോകുന്നത്, ഈ സിരകളിലൂടെയാണ് അത് പോകുന്നത്, അല്ലയോ? അതേപോലെ തന്നെ ഇലകൾ ഉണ്ടാക്കുന്ന ആഹാരം നമ്മുടെ കാണ്ഡത്തിലേക്ക് പോയി മറ്റു ഭാഗങ്ങളിലേക്ക് പോകണമല്ലോ. അപ്പോൾ അത് അവിടുന്ന് യാത്ര ചെയ്ത് വരുന്ന ഇതിലേക്കൂടാ ഈ സിരകൾ വഴിയാണ് ആഹാരം കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പം ഇതാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്, ഒരു ഇലയിലെ സിരകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു ഈ സിരകളെല്ലാം ഒരേപോലെയല്ല. നമ്മൾ പല തരത്തിലുള്ള ഇലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, അല്ലയോ? ഇപ്പം നമ്മൾ ഈ തെങ്ങൊക്കെ മുളച്ചുണ്ടാകുന്ന ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടെ ഇങ്ങനെയൊക്കെ കിളിക്കുന്നൊരു ഭാഗമായിരിക്കും വരുന്നത്, അല്ലയോ? അതിൻ്റെ ആദ്യത്തെ ഇലയെന്ന് പറയുന്നത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വെയിൻസ് പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വെയിൻസ് പോകുന്നത്. മനസ്സിലായോ? അതായത് പരസ്പരം ഞാൻ വരച്ചപ്പോൾ കൂട്ടിമുട്ടിയതാ, യഥാർത്ഥത്തിൽ പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിലായിരിക്കും ഇതിനെ വെച്ചേക്കുന്നത്. പിന്നെ ചിലതിൻ്റെ ഇലയുണ്ട്, എങ്ങനെ കാണുന്ന ആ ഇല ഇങ്ങനെ നടുക്കൂടെ ഒരു വെയിനും പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന്
അല്ലയോ? ഇതാ ഇങ്ങനെ ആണ് അതിൻ്റെ വെയിൻസ് പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയും നമുക്ക് വെയിൻസ് കാണാം, സിരകൾ കാണാം. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ഇലകളിലൊക്കെ സിരകൾ കാണപ്പെടുന്നത്. അതാണ്ട് നോക്കിക്കോ, ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത്, അതായത് നമ്മൾ വരച്ചതിനകത്ത് രണ്ടാമത്തെ ചിത്രം, ഓക്കെ, നമ്മൾ വരച്ചിരിക്കുന്നതിനകത്ത് രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒന്നൊന്നും ഇത് രണ്ടെന്നും കൊടുക്കാം, നമ്മൾ പിന്നീട് ക്ലാസ് കാണുമ്പോൾ തെറ്റണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്നും, മനസ്സിലായോ? ഇലഞ്ഞെട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇങ്ങനൊരു വെയിൻസ് പോകുന്നു, ഇല്ലയോ? താണ്ടെ ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ നീണ്ടു പോകുന്ന പ്രധാന സിര നോക്കും. ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ, താണ്ടെ ഈ ഇലയുടെ ഞെട്ടിൽ നിന്നും അങ്ങ് അഗ്രഭാഗം വരെ പോവുക. ഇത് അങ്ങ് അഗ്രഭാഗം വരെ പോവുക, അല്ലയോ? അഗ്രഭാഗം വരെ പോകും. അതിൽ നിന്നും പുറപ്പെടുവിക്കുന്ന അനേകം ചെറിയ ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നു. അതാണ്ട് അതിൽ നിന്ന് ഒരുപാട് ശാഖകൾ ഇങ്ങനെ ഉണ്ട്, ഇല്ലയോ? അതിൽ നിന്ന് പല ശാഖകളുണ്ട്. ആ ശാഖകളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ വലക്കണ്ണികൾ പോലെ പരസ്പരം ബന്ധിപ്പിച്ചൊക്കെ കിടക്കുന്നതാണ്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ജാലികാ സിര വിന്യാസം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ജാലിക സിര വിന്യാസം. ഇംഗ്ലീഷിൽ റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. വീനേഷൻ, ആ പാറ്റേണിന് നമ്മൾ പറയുന്നതാണ് വീനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇലകളിൽ ഈ പാറ്റേൺ ഉണ്ടല്ലോ, അതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് വീനേഷൻസ് എന്ന് പറയുന്നത്. വീനേഷൻ മനസ്സിലായോ? അതിനകത്ത് ജാലികാസിര വിന്യാസം എന്ന് പറയുന്നതാണിത്. അതായത് അതിൻ്റെ ഞെട്ടിൽ നിന്നും, ഇലയുടെ ഞെട്ടിൽ നിന്നും അതിൻ്റെ അഗ്രഭാഗം വരെ ഒരു നല്ല കനത്തിൽ ഒരു വേര് പോവും, ഒരു സിര പോവും. മനസ്സിലായോ? ആ പ്രധാന സിരയിൽ നിന്നും എന്ത് ചെയ്യും? കുറേ ശാഖകൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വലക്കണ്ണികൾ പോലെ കാണപ്പെടും. അതിനെയാണ് നമ്മൾ ജാലികാസിര വിന്യാസം എന്ന് പറയുന്നത്. റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. മനസ്സിലായോ? കണ്ടേ, രണ്ടാമത്തെ ഇല ഇവിടെ വരച്ചേക്കുന്നത്. ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നത് ആണെന്ത്? ഇതിനെ സമാന്തര വിന്യാസം, സമാന്തര സിരവിന്യാസം അല്ലെങ്കിൽ പാരലൽ വീനേഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? കണ്ട, ഇത് വേണം ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, കണ്ടോ? ഇങ്ങനെ കുറേ വെയിൻസ് പോകുന്ന കാണാം. മനസ്സിലായോ? ഇതാണ് പാരലൽ വീനേഷൻ. അതായത് ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാത്ത സമാന്തരമായിട്ട് അഗ്രഭാഗം വരെ പോകും. അതാണെന്ത്? സമാന്തര വിന്യാസം അല്ലെങ്കിൽ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ്ട് നമ്മൾ ആദ്യം കണ്ടപ്പോൾ അതിൻ്റെ ഇമേജ് കണ്ടായിരുന്നു, ഇല്ലയോ? അതാണ്ട് ഈ ഇല നോക്കിയേ, ഈ ഇല ഇങ്ങനെ പോയേക്കുന്ന ഇലയാ, ഇല്ലയോ? അതിൻ്റെ നട്ട് പോയേക്കുന്ന എങ്ങനെയാ? അതിൻ്റെ ആ സിര പോയേക്കുന്ന എങ്ങനെയാന്ന് നോക്കിയേ. സിര പോയേക്കുന്ന എങ്ങനെയാ? ദാണ്ടേ അതിൻ്റെ ഞെട്ടിൽ നിന്നും പ്രധാന ഒരു സിര ഇങ്ങനെ പോവും, പ്രധാന സിര ഇങ്ങനെ മേളിലോട്ട് വരെ പോവും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഇങ്ങനെ കുറേ സിരകൾ ശാഖകളായിട്ട് ഇങ്ങനെ പോകും, ഇല്ലയോ? ശാഖകളായിട്ട് പോകും. എന്നിട്ട് ഈ ശാഖകളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഈ ശാഖകളെല്ലാം ഇങ്ങനെ പോകുന്നതാണ്, ഇല്ലയോ? ദാണ്ടേ ഇവിടുന്ന് എല്ലാം ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ച് വെച്ചേക്കുക. ഇങ്ങനെ എല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് വെച്ചേക്കുക, ഇല്ലയോ? ഇങ്ങനെ എല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് വെച്ചേക്കുക. ഇങ്ങനെല്ലാം പരസ്പരം ബന്ധിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. എന്താ പറയുന്നത്? റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. വീനേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ എങ്ങനെ പറയും? ജാലിക സിരവിന്യാസം. ജാലിക സിര വിന്യാസം എന്ന് പറയും. എങ്ങനെയാ പറയുന്നത്? താണ്ടേ ജാലികാസിര വിന്യാസം എന്ന് പറയും. ഓക്കെ, ഇനി താണ്ടേ ഇതിൻ്റെ നോക്കിയേ. ഇതിൻ്റെ ഇങ്ങനെ പോയേക്കുന്ന കുറേ വെയിൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, പാരലായിട്ട് കുറേ വെയിൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇല്ലയോ? കുറേ വെയിൻസുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇതൊന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഇവിടുന്ന് തുടങ്ങി ഇത് അവസാനിക്കുന്ന ഇതിൻ്റെ അഗ്രഭാഗത്ത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. പാരലൽ വീനേഷൻ.
പാരലൽ വീനേഷൻ അല്ലെങ്കിൽ സമാന്തര സിര വിന്യാസം എന്ന് പറയും. സമാന്തര സിര വിന്യാസം എന്ന് പറയും. ഓക്കെ, സെറ്റാണോ ഇത്രയും കാര്യങ്ങൾ? അപ്പം വീനേഷന്, അതായത് ഇലകളുടെ ഘടനയിലുള്ള വ്യത്യാസം, അതിൻ്റെ വീനേഷൻസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി ദാണ്ട നോക്കി, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേര് പടലം എന്ന് പറയുന്നത്. അതായത് റൂട്ട്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്, വേരുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മനസ്സിലായോ? അതായത് ആദ്യത്തെ എങ്ങനെയാ പറഞ്ഞേ? ആദ്യത്തത് ദാണ്ടേ ഇതിങ്ങനെ ഇങ്ങനെ മണ്ണാണെങ്കിൽ കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ് വേര്, മനസ്സിലായോ? അതിന് നിന്ന് പോകുന്ന കുറേ ശാഖകൾ, അതിൽ നിന്ന് പോകുന്ന കുറേ ശാഖാവേരുകൾ, ബ്രാഞ്ചസ്, മനസ്സിലായോ? ഇതാണെന്ത്? ഓക്കെ, ഇതാണെന്ത്? ടാപ്പ് റൂട്ട് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? തായ് വേര് പടലം എന്ന് പറയും. അപ്പോൾ ഇതിനെങ്ങനെ പറയുന്നത്? തായ് വേര് പടലം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? മാവ്, പ്ലാവ്, ഇതൊക്കെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ പറയുന്നത്. ഇനി ചിലതുണ്ട്, ചിലത് ഇങ്ങനെ ചെടികളൊക്കെ വളർന്ന് അതിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഫൈബർ പോലെ കിടക്കും, അല്ലയോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാരുവേര് പടലം എന്ന് പറയുന്നത്. അതായത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകളുണ്ട്. ഇതിനാണ് നമ്മൾ നാരുവേര് പടലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? നാരുവേര് പടലം, അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതായത് പുൽവർഗ്ഗത്തിൽപ്പെട്ട, നമ്മൾ പുല്ലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആ പുല്ല് പിഴുതെടുക്കുമ്പം കുറേ ബ്രാഞ്ച് പോലെ അതിൻ്റെ വേര് കിടക്കുന്നത്, ഇങ്ങനെ വേര് പോലെ കുറേ ശാഖകളായിട്ട് നാര് പോലെ കിടക്കുന്നത്, അല്ലയോ? അപ്പോൾ അതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ? നമുക്ക് സ്ലൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ എഴുതിയേക്കൊന്ന് വായിച്ചു നോക്കാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണെന്ത്? തായ് വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിളാണ് മാവ്, പ്ലാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തായ് വേര് പടലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നാരുവേര് പടലം എങ്ങനെയാണെന്ന് വെച്ചാൽ, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്നതാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അതിന് എക്സാമ്പിളാണ് പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് സെറ്റാണല്ലോ? ഫൈബർ റൂട്ട് സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ? വേണ്ടേ? മറ്റു ചില റൂട്ടുകളാണ് സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നത്. നമ്മൾ പഠിച്ച ബീജമൂലം, റാഡിക്കൽ വളർന്നാണ് എന്തായിട്ട് മാറുന്നത്? വേരായിട്ട് മാറുന്നത്. എന്നാൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം വേരുകളുടെ എക്സാമ്പിളാണ് അപ്പുറത്ത് പറഞ്ഞേക്കുന്നത്. താങ്ങുവേര് അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര് അല്ലെങ്കിൽ ക്ലെഞ്ചിങ് റൂട്ട് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. മനസ്സിലായോ? വേണ്ടേ? അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ങുവേര്, ഇതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നും, ആൽമരത്തിൻ്റെയൊക്കെ കണ്ടിട്ടില്ലേ? ആൽമരത്തിൻ്റെയൊക്കെ കാണ്ഡത്തിൽ നിന്നൊക്കെ കുറേ വേരുകൾ ഇങ്ങനെ വരും. സപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. സപ്പോർട്ടിങ്ങിന് വേണ്ടി എന്ന രീതിയിൽ ഇതിനിങ്ങനെ താഴോട്ട് ഇങ്ങനെ കുറേ വേരുകൾ കാണും. അതാണ് താങ്ങുവേര് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ പൊയ്ക്കാൽ വേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ടേ സ്റ്റിൽറ്റ് റൂട്ട് എന്നൊക്കെ പറയും. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വേര് കിടക്കുന്നതാണ്. മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വേരുകൾ കിടക്കുന്നതാണ്. ഈ മുളയുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുളയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ തണ്ടിന് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ റൂട്ട് പോകുന്ന കാണാം. അപ്പോൾ ഇതാണ് പൊയ്ക്കാൽ വേരെന്ന് പറയുന്നത്, സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയും.
പിന്നെ പറ്റുവേര് ക്ലിഞ്ച് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുരുമുളകൊക്കെ പറ്റി പിടിക്കത്തില്ലയോ, അപ്പോൾ അതിന് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്ന ഈ വേരുകളില്ലയോ, അതാണ് പറ്റുവേരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ് കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേര്. അതിന് പറയുന്ന പേരാണ് ന്യൂമാറ്റോഫോഴ്സ്. PYQ ആണ്, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനസ്സിലായോ? അപ്പം കണ്ടൽക്കാടുകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരാണ് ശ്വസന വേരുകൾ, അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയും. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതകവിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസന വേരെന്നറിയപ്പെടുന്നു. അതാണ്ട് അതിൻ്റെ ഇമേജ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ മണ്ണ് ചതുപ്പ് നിലങ്ങളിലാണ് കൂടുതലും കണ്ടൽക്കാടുകളൊക്കെ കിളിക്കുന്നത്. ആ കണ്ടൽ വനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് മേളിലോട്ട് ഇങ്ങനെ വേര് കിടക്കുന്നതാണ്. അപ്പോൾ അതെന്താ, അത് അന്തരീക്ഷത്തിൽ നിന്നും വായുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ന്യൂമാറ്റോഫോഴ്സ് അല്ലെ ശ്വസന വേരുകളെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതാണ് പലതരത്തിലുള്ള റൂട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൂട്ട് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പം ഒരു മെയിനായിട്ടുള്ള ഒരു റൂട്ട് പോകും, അതിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് പോകുന്നതാണ് ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അതായത് തായ് വേര് പടലം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് മാവ്, പ്ലാവ് എന്നൊക്കെ പറയുന്നത്. ഇനി നാല് വേര് പടലം എന്ന് പറഞ്ഞാൽ എന്താ, ഫൈബ്രസ് റൂട്ട്, പുൽച്ചെടികളിലൊക്കെ കാണപ്പെടുന്ന കാണ്ടത്തിൻ്റെ താഴോട്ട് വേരായിട്ട് കളിക്കുന്ന കുറേ നാരുകൾ ഇങ്ങനെ കിടക്കും, അതാണ് നാല് വേര് പടലം എന്ന് പറയുന്നത്. പിന്നെ ചില റൂട്ടിനെ നമ്മൾ പറഞ്ഞു കാണ്ടത്തിൻ്റെ താഴെ, അതായത് മണ്ണിൻ്റെ താഴോട്ട് വിളിക്കുന്നത് മാത്രമല്ല, പകരം തണ്ടിൽ നിന്ന് മുളയ്ക്കുന്നത്, അതായത് നമ്മൾ പറഞ്ഞ ബീജമൂലമാണ് വേരായിട്ട് മാറുന്നത്. അങ്ങനെ പോവാതെ കാണ്ടത്തിൽ നിന്നും അതേപോലെ അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നുമൊക്കെ കുറേ വേരുകൾ മുളയ്ക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് താങ്ങ് വേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര്, ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ശ്വസന വേര് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിൽ അന്തരീക്ഷത്തിലേക്ക് ഈ പറഞ്ഞ വേരുകളെല്ലാം ഉയർന്നു നിൽക്കും. അപ്പോൾ ആ അന്തരീക്ഷ വായുവിനെ എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അതിനെ ശ്വസന വേര് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും എന്താണെന്നുള്ളത്. ടെക്സ്റ്റിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടേ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടോ എത്ര ബീജപത്രമുണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ റൂട്ട് ഒന്ന് നോക്കിയേ, റൂട്ട് എങ്ങനെയാണ് പോയേക്കുന്നതെന്ന് നോക്കിയേ. പിന്നെ ഇലകളിലെ ഒന്ന് നോക്കിയേ, ഇതിൻ്റെയൊക്കെ ഒന്ന് നോക്കണം. അതേപോലെ ഇത് രണ്ടാമത്തെ ഇമേജിലും എത്ര ബീജപത്രമുണ്ട്, അതിൻ്റെ റൂട്ട് പോകുന്നത് എങ്ങനെയാണ്, അതിനകത്ത് വീനേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് ദാണ്ടേ ഇതൊന്ന് നോക്ക്. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സ്ഥിരവിന്യാസമുള്ള ഇലകൾ, പാരലൽ വീനേഷൻ, ഇതെല്ലാം ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. അതായത് മോണോകോട്ടിൻ്റെ സവിശേഷതകളാണ് ഈ പറഞ്ഞതെല്ലാം. മനസ്സിലായോ? അപ്പോൾ മോണോകോട്ടിൻ്റെ സവിശേഷതകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത് മോണോകോട്ട്, ഇത് ഡൈക്കോട്ടിൻ്റെ പ്രത്യേകത നമ്മൾ എഴുതുന്നത്. അപ്പോൾ മോണോകോട്ടിൻ്റെ വേരെങ്ങനായിരിക്കും? വേരെന്ന് പറയുന്നത് നാരുവേര് പടലമായിരിക്കും. അപ്പോൾ മോണോകോട്ടിൻ്റെ വേരെങ്ങനെ? നാരുവേര് പടലം, അതായത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ടായിരിക്കും ഇതിന് വരുന്നത്. പിന്നെ ശിഖരങ്ങളില്ലാത്ത തണ്ടാണ്, ബ്രാഞ്ചസ് ഇല്ലാത്ത തണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടെങ്ങനെ? ശിഖരങ്ങളില്ലാത്ത തണ്ട്. ഇനി ഇല എങ്ങനെയാണ് വരുന്നത്? സമാന്തര സ്ഥിരവിന്യാസമാണ്, പാരലൽ വീനേഷനാണ്, അല്ലയോ? അപ്പം ഇതിൻ്റെ ഇല വരുന്നത് സമാന്തര സ്ഥിരവിന്യാസം, പാരലൽ വീനേഷൻ. ഓക്കെ, ഇനി ബീജപത്രങ്ങളുടെ എണ്ണം എങ്ങനെയാ? ഒരു ബീജപത്രമായിരിക്കും ഇതിന് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്ക്, ഡൈക്കോട്ട്. ഡൈക്കോട്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? തായ്വേര് പടലമാണ്, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാസ്ഥിര വിന്യാസമുള്ളത്. മനസ്സിലായോ? ഇതാണ് ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ വേരെങ്ങനെ ആയിരിക്കും? വേരെങ്ങനെയാ നമ്മൾ പറഞ്ഞത്? തായ്വേര് പടലമാണ്, ടാപ്പ് റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ തായ്വേര് പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ടാണ്. മനസ്സിലായോ? തണ്ട് എങ്ങനെ? ശിഖരങ്ങളോട് കൂടിയ തണ്ട്.
ശിഖിരങ്ങളോട് കൂടിയ തണ്ട്. ഓക്കെ, ഇനി ഇല എങ്ങനെയാണ് വരുന്നത്? ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാലികാസിര വിന്യാസമാണ്. ഇല വരുന്നത് ജാലിക സിര വിന്യാസം, അതായത് റെറ്റിക്കുലേറ്റ് വീനേഷനാണ് വരുന്നത്. ഓക്കെ, ഇനി ബീജപത്രങ്ങളുടെ എണ്ണം എങ്ങനെയാണ് പറഞ്ഞത്? ബീജപത്രങ്ങളുടെ എണ്ണം 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഈ ടേബിൾ അതേപോലെ അങ്ങ് പഠിച്ചാൽ മതി. പിന്നെ വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് ചേന, ചേമ്പ് എന്നൊക്കെ പറയുന്നത്. ചേനയും ചേമ്പിലും ഈ പറയുന്ന വ്യത്യാസങ്ങളൊന്നും നമുക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നാലാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഏറ്റവും ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എന്നാൽ കുറച്ചധികം പഠിക്കാനുണ്ട്. നമ്മൾ പഴയ ടെക്സ്റ്റ് പോലല്ല, പുതിയ ടെക്സ്റ്റിനകത്ത് കുറച്ചുകൂടെ ഒന്ന് ലെവൽ കൂട്ടിയാണ് പല ചെറിയ ക്ലാസ് തൊട്ടേ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യാധികൾ പടരാതിരിക്കാൻ എന്നൊരു ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ് വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു ചാർട്ടിൻ്റെ പടം നമ്മൾ കണ്ടായിരുന്നു അല്ലേ? വാക്സിനേഷൻ കൊടുക്കുന്ന ചാർട്ടിൻ്റെ പടം കണ്ടായിരുന്നു. അതായത് ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട വാക്സിനേഷൻ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു ചോദ്യം ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു. അതിൽ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് ഈ അടുത്തൊരു ചോദ്യം ചോദിച്ചു. 10നും 14 വയസ്സിനും ഇടയ്ക്ക് കൊടുക്കുന്ന താഴെ കൊടുത്തിരിക്കുന്നതിൽ വാക്സിൻ ഏതാന്ന് പറഞ്ഞു. അപ്പോൾ ആ 5ാം ക്ലാസ് സയൻസ് ടെക്സ്റ്റിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. മനസ്സിലായോ? അപ്പം പുതിയ ടെക്സ്റ്റുകൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ് എടുത്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജിയിൽ നിന്നും 5ാം ക്ലാസ്സിലെ 3 ചാപ്റ്ററുകൾ കഴിഞ്ഞു. ഇനി ഇതിനകത്ത് 2 ചാപ്റ്റർ കൂടിയുണ്ട്. മനസ്സിലായോ? അപ്പം അടുത്ത ചാപ്റ്റർ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.